ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ദുബായിൽ വെണ്ടക്കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്സ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു. വിശദമായ വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഞാനിവിടെ ചെയ്യുന്ന വെണ്ടക്കൃഷി. വെണ്ടയുടെ വിത്തുകളൊക്കെ അടുത്തടുത്ത് തന്നെ ഇട്ട് അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇടതിങ്ങിയാണ് നമ്മുടെ ഈ വെണ്ടയൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതിങ്ങി വളരുന്നു എന്നതുകൊണ്ട് കായ്ഫലത്തിൽ ഒരു കുറവും നമുക്കുണ്ടായിട്ടില്ല. പിന്നെ ഇതിന് നമ്മൾ രാസവളങ്ങളൊന്നും തന്നെ കൊടുക്കാതെയാണ് നമ്മൾ ഇത് നട്ടു നനച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈവവളങ്ങൾ, അതായത് ഒട്ടകത്തിൻ്റെ ചാണകം പൊടിഞ്ഞതാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ചാണകപ്പൊടി ആണ് ഇതിന് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കായ്ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഓരോ ചെടിയും നോക്കിയാലൊക്കെ മനസ്സിലാവും ഓരോ ചെടിയിലും എത്രമാത്രം പൂവും കായും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ ഫലം എടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഓരോ ദിവസവും വെണ്ടക്കായ നമ്മൾ പറിച്ചെടുക്കുന്നതുണ്ട്. അതുകൊണ്ട് വലിയ വെണ്ടക്കായൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. അത് കാരണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്കായ പറിച്ചെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ വെണ്ടക്കായ പറിക്കാനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ട ഉണ്ട്. ഇപ്പം നിലവിൽ ഇഷ്ടം പോലെ കായ പറിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ഓരോ ഇലയ്ക്കും ഓരോ പൂവ് എന്നുള്ള നിലയ്ക്കാണ്. ഉണ്ടോ, ഒരു പൂവ്, അതായത് മുട്ട് വന്ന് നിൽക്കുന്ന ഭാഗമൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ വെണ്ടക്കായും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ വെണ്ടക്കായ നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെണ്ടക്കൃഷി ചെയ്യാനെ കൊണ്ട് ഈ വർഷം എന്തായാലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചൂടുകാലമൊക്കെ മാറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ വെണ്ടക്കായ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വെണ്ടക്കായുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധം ചൂടൊക്കെ ഉണ്ടെന്ന് വരികയും ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുവിധമൊന്നല്ല, ഒരു കടുത്ത ചൂട് എന്ന് വെച്ചാലൊക്കെ ഒരു ടോപ്പ് അടിക്കുന്ന ഒരു 45 ഡിഗ്രിക്കൊക്കെ മുകളിലേക്ക് ചൂടടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വെണ്ടയിൽ നിന്നും വെണ്ടക്കായ ലഭിക്കാതിരിക്കുകയുള്ളൂ. അല്ലാത്ത ഏത് കാലാവസ്ഥയിലും തണുപ്പായാലും ചൂടായാലും ഒക്കെ നമുക്ക് ഈ വെണ്ടക്കായ ആവശ്യത്തിന് കൃഷി ചെയ്തെടുക്കാനെ കൊണ്ട് സാധിക്കും. നല്ല രീതിയിൽ എന്തായാലും വളർന്നു വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കായ പറിക്കാനും സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെണ്ടക്കായ കഴിച്ച് മടുപ്പായി തുടങ്ങി എന്ന് തന്നെ പറയാം. നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള കൃഷിയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സ്ഥലപരിമിതിയുമുണ്ട്.